വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഇതൊരു വലിയ പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിന്റെ ഉള്ളിൽ ഒരു ഫുഡ് വരും. ആ ഫുഡ് നമ്മൾ 20 പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ 3 പേരിൽ ഒരാൾക്ക് മാത്രമേ ആ ഫുഡ് എന്താന്ന് കാണാനും അത് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 2 പേർക്ക് ആ 20 പീസസ് അവർക്ക് വേണ്ട ഷെയർ എത്രയാന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. ചിലപ്പോ ഷാമിയാണ് ഇത് കട്ട് ചെയ്യുന്നത് വെച്ചാല് എനിക്കും അഞ്ചിക്കും എത്ര പീസസ് വേണമെന്ന് ഞങ്ങൾക്ക് ആദ്യം തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് എന്താണെന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഷാമിയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനും ശ്രീയും 10 പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഷാമിക്ക് ഉണ്ടാവില്ല. അതിപ്പോ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാമിക്ക് അത് മിസ്സാവും. ഞങ്ങൾക്ക് നല്ല രസമുണ്ടെങ്കിൽ ഞാനായിരിക്കും നല്ല പണി കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ 2 പേരും ഷെയറിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ മുറുക്കി നാക്കി കിട്ടുക. അതൊന്നും ഞങ്ങൾ ബാക്കി വെച്ചില്ല അല്ലെങ്കിൽ ആ ആൾ അവിടെ പട്ടിണി. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിനോട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യാം. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറിട്ട് ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളിന്റെ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ആർക്കാണ് ആ ഫുഡ് കാണാനും മുറിക്കാനുള്ള ചാൻസ് നോക്കാം. അപ്പൊ ലോട്ട് എടുക്കാം. ലോട്ട് നിങ്ങൾ ഞാൻ എടുക്കാം. ഞാൻ ഇതെടുത്തു. എന്റെ വീട് അവിടെ ശ്രീ ഇന്റെ വീട്. ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഫുഡ് സല്ലു ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവർക്ക് വേണ്ട ഷെയർ തീരുമാനിക്കണം. അപ്പൊ അതിൽ ആദ്യം ആര് ഷെയർ തീരുമാനിക്കണം എന്നുള്ളത് നമുക്ക് ലോട്ടറി തീരുമാനിക്കാം. ഒന്നെടുക്കാൻ പറ്റുള്ളൂ. അല്ല കിട്ടുന്നുണ്ടെങ്കിൽ കുറെ ഷെയർ വാങ്ങാലോ. അതിലൊന്നും കിട്ടുന്നതാണ് ആദ്യം ഷെയർ പറയും. എനിക്കാണ് ഒന്ന് കിട്ടിയത്. ഞാന് ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡ് ആയിരിക്കും നാട് ധാരണ. പക്ഷെ 50-50 ചാൻസ് ആണ്. ഞാൻ 6 എണ്ണം പറയാം. അതൊന്ന് സേഫ് 5 എത്ര വേണം? ഞാനൊരു 8 എണ്ണം. എനിക്ക് 6 ഉണ്ടല്ലേ? ആ കുഴപ്പമില്ല. നിങ്ങളെന്തായി സെയിം ആയി പോകും. അത് കുഴപ്പമില്ല. കുട്ടിയെ തുറക്കാൻ പോണേ. 2 പേരും അങ്ങോട്ട് കൂടി നോക്കിയിരുന്നോ? എനിക്ക് 8 എണ്ണാണ്. ഞാൻ തുറക്കാൻ പോണേ. 3, 2, 1 go. നല്ല അടിപൊളി ഫുഡാണ് ഗൈസ്. ഷാമിക്ക് എത്ര പീസ് ആയിരുന്നു? 6 പീസ് അല്ലേ? നമുക്ക് 6 പീസ് മുറിക്കാം. എന്തോ കാര്യമായിട്ട് കട്ട് ചെയ്തു. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ട് നല്ല പരിചയം. എന്തോ കട്ടിയുള്ള ഒരു സാധനം മുറിച്ചോണ്ടിരിക്കുന്നത്. അടക്ക് സ്മെല്ല് കിട്ടുന്നില്ലേ ഷാമി? ഞാനിപ്പോ ഒന്നും പറയില്ല. അവര് കൊടുക്കുമ്പോ കണ്ടാ മതി. 6 പീസ് ബാക്കി. 6 പീസ് ഞാൻ എടുക്കണം. ഞാൻ കാര്യം എനിക്ക് ചെറിയ 8 പീസ് മതി. പക്ഷേ ശ്രീ ഭയങ്കര ഹാപ്പിയാണ്. അതാ ഞാൻ പറഞ്ഞ അപ്പൊ എന്തെങ്കിലും പണിയായിരിക്കും. അല്ല എനിക്ക് എന്തായാലും പണി കിട്ടി. അപ്പൊ കൂട്ടത്തിൽ ഇവരും കൂടി ഇന്നല്ലോ സന്തോഷം. 1, 2, 3, 4, 5, 6. നോക്കാൻ പറ്റുമോ? ഇല്ല നോക്കാൻ ഇപ്പൊ പറ്റൂല. ഞാൻ തരുമ്പോ കണ്ടാ മതി. 7. എത്ര ഉള്ളി ഉണ്ട് ടോട്ടൽ? അതൊന്നും പറഞ്ഞു തരൂല. അതായത് വലിയ ഇതൊരു പീസ് ആയിരുന്നു ഗൈസ്. കുറച്ച് ഇങ്ങനെ ആയി പോയെന്നേ ഉള്ളൂ. അതൊരു പീസ് 8. എനിക്ക് നല്ല കണ്ണേരിയുണ്ട്. കണ്ണിരിയാത്തത് എന്താന്ന് മനസ്സിലാൻ വേണ്ടിട്ടായിട്ട് കറക്റ്റ് ആയിട്ട് അത് പറയുകയും ചെയ്തു. ഞാൻ ഓർമ്മയില്ലാണ്ട് പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങനെ ട്രിക്ക് ആയിട്ട് ചോദിക്കുന്നുള്ള ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോ എത്ര പീസായി? 1, 2, 3, 4, 5, 6, 7. അങ്ങനെ നമ്മുടെ 20 പീസ് കൃത്യമായിട്ട് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവർക്ക് 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഇവരെയും മറ നീക്കിയിട്ട് എന്താന്നുള്ള കണ്ടോട്ടല്ലേ. കൃത്യമായിട്ട് നല്ല പീസാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതലുണ്ടല്ലോ. അതെന്താ അറിയോ? അത് മുറിച്ച് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഞാൻ തരുമ്പോ ശരിയാക്കി തന്നോളാം. 1 അത് കൂടുതലാ. പോയതാണ്. 1, 2, 3. ഞാനായിട്ട് പറഞ്ഞു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. 4, 5, 6 കട്ട് ചെയ്ത് കണ്ണു കഴിഞ്ഞ് 6 പീസ് കഴിക്കേണ്ട അവസ്ഥയായി. അത് കൂടുതൽ കുറച്ച് പറഞ്ഞുകൂടായിരുന്നോ? അമ്മല്ലേ പറയാത്തത്. അതല്ല കോമഡി. ഇവിടെ ഒരാൾ തിരിച്ചു കൊണ്ട് തരണം എന്നാണ് ആഗ്രഹം. പക്ഷെ കണ്ണെന്ന് ഒഴുകിക്കൊണ്ടേ ചിക്കൻ അല്ല ഉള്ളിയാ. അടുത്ത റൗണ്ടിൽ ചിലപ്പോ നല്ല കിട്ടിയാലോ. അതിനോണ്ടാ നല്ല ഇരുണ്ട്. ഞാൻ കഴിച്ച് കഴിയാനായി. ഇത് ലാസ്റ്റ് പീസാ. എന്ത് വീട്ടിലാ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ കരയുന്നുണ്ട്. നേരത്തെ തുടങ്ങിയിട്ട് ഞങ്ങളിത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നല്ല സാധനം കിട്ടണേ. അടുത്ത റൗണ്ട് എന്താ വരാൻ നോക്കാം. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് കടന്നേക്കാണ്. ഇനി ഈ റൗണ്ടിൽ ആരാണ് ഇങ്ങനെ സെന്ററിൽ ഇരുന്നിട്ട് ഫസ്റ്റ് തന്നെ ഫുഡ് കട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത്തവണ 5 ലോട്ട് സെലക്ട് ചെയ്തോട്ടെ. ഫസ്റ്റ് റൗണ്ട് നല്ല അടിപൊളി റൗണ്ട്. ഷാമി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക്
പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആരാണ് ആദ്യം ഷെയർ പറയാൻ നോക്കാം. എടുത്തോ, ശ്രീ എടുത്തോ. ഞാനിത് 5 എനിക്ക് എന്തെങ്കിലും തന്നാ എനിക്ക് ഒരു 8 ഷെയർ ഒക്കെ വേണം. 8 എണ്ണം. അതൊക്കെ എത്ര വേണം? എനിക്കൊരു 9 എണ്ണം. എടാ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്ക്. ഇത് കാര്യം എന്തോ നല്ല ഫുഡാണോ എനിക്ക് കാര്യമായിട്ട് അപ്പൊ 17 എണ്ണം ഇവർക്ക് പോകും. ബാക്കിയുള്ള 3 എണ്ണം എനിക്ക്. ആ. ഓക്കെ, തുറക്കട്ടെ. അങ്ങോട്ട് തിന്നു. 3, 2, 1, go. ഓടോ, പണി കിട്ടി. ആദ്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഭയങ്കര ക്രൂരതയായി പോയി കളിച്ചത്. നിങ്ങൾക്ക് എത്ര പൈസ വേണം? ഞാൻ കട്ട് ചെയ്യട്ടെ. 20 പീസ് ആക്കണം അല്ലേ? ഷാമി ഏതെങ്കിലും ഭാവത്തിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇത് നമുക്ക് 20 പീസ് ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ സ്മെല്ലോണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത് 5 പീസ് ആക്കാം. 1, 2, 3 ഇല്ല 5 പീസ് ആക്കാൻ ഇല്ല ഗൈസ്. കുറച്ചേ ഉള്ളൂ സാധനം. ഇത് കുറച്ച് കിട്ടുന്ന നല്ല അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ഇവള് പറയുന്നത് ഒന്നും ഞാൻ വിശ്വസിക്കില്ല. 8 പീസായി. 5ക്കുള്ളതായി. 5, 9 സോറി, ശ്രീക്കുള്ളതായി. ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ഓക്കെ, മറയൊക്കെ മാറ്റട്ടെ. ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചകൾ. എനിക്ക് തോന്നിയിരിക്കുന്ന അടുത്ത റൗണ്ടിൽ 3 പീസാണ്. ഓരോ പീസ് നോക്ക്. ഒന്ന് വായില് മര്യാദയ്ക്ക് പോലും തിന്നാനില്ല. കുഴപ്പമില്ല, 8 പീസും കൂടി വെച്ചോളും. വെച്ചിട്ട് ഇതൊക്കെ ആയിരിക്കില്ല കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ സോറി, ആകെ 3 പീസേ ഉള്ളൂ. അത് ഞാൻ തരില്ല. അങ്ങനെ ഞാൻ രണ്ടാക്കും പറഞ്ഞ രീതിയിൽ ഞാൻ ഇവർക്ക് രണ്ടാക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 9 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മുറിച്ചത് പാവോളെ എങ്ങനെയാ അത് മുറിച്ചതല്ല, പക്ഷെ കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 8 പീസ് ഓള് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു. ഷാമിക്ക് പാവം 3 രണ്ടാക്കും കൂടുതലാണ് കഴിച്ചത്. ഇത്രയൊന്നും തിന്നാൻ പാടില്ല. എനിക്ക് 3 പീസ് ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതാരും കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അന്ന് തിന്നാൻ വേണ്ടിട്ടോ കഴിക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ ആൾക്ക് കാണുമ്പോ കൊതിയാവുന്നില്ല ഷാമി. ഒരു ഫുള്ള് കേക്കിങ്ങനെ ഉണ്ടായിട്ടൊക്കെ പെട്ടെന്ന് നല്ല അടിപൊളി കേക്കാണ് ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി കേക്കാണ്. നല്ല അടിപൊളി റൗണ്ട് ആയിരുന്നു ഗൈസ്. എനിക്ക് അഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി റൗണ്ട് നമുക്ക് ലോട്ടിടാം. എടുക്കട്ടെ. എനിക്ക് വേണമെന്നുണ്ട്. എടുക്കണോ? അല്ല എടുക്കണമെന്നല്ല, എനിക്ക് കട്ട് ചെയ്യാൻ ഇങ്ങനെ വീണ്ടും ഞാൻ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആർക്കാണ് ഫസ്റ്റ് ഷെയർ പറയാൻ പറ്റുക നോക്കാം. എടുത്തോ. ഞാൻ സെക്കൻഡ് ആണ് ഗൈസ്. എനിക്ക് അതില് 10 ഷെയർ വേണം ഗൈസ്. 10 നമുക്ക് എത്ര വേണം? എനിക്ക് 9 വേണം. എനിക്ക് നല്ലതെന്തോ ആണെന്ന് ഭയങ്കരമായിട്ട് തോന്നി. പണി എന്തെങ്കിലും എന്താ ഷാമി? എന്താ ഷാമി? അപ്പൊ ഇത് 10 എണ്ണം ആക്കണം, ഇത് 10 എണ്ണം ആക്കണം. അപ്പൊ 2 എണ്ണം ഉണ്ട്. ഉള്ളി അങ്ങനെ ഇരുന്നു 2 എണ്ണം അല്ലേ ഉള്ളി വന്നീനത്. എവിടേക്കും കുറച്ച് അല്ലാതെ നല്ലതെന്താ തന്നെയാണ് എനിക്ക് അവളെ വർത്താനം കേട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ. എനിക്കില്ല, എനിക്കിപ്പോഴാ ഉള്ളി എനിക്ക് ഇത് കണക്ക് കൃത്യമില്ലല്ലോ. ഒന്നും കൂടെ കൊണ്ടുവച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ ഇതിങ്ങനെ പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് 10 പീസാണ്, ഇത് 9 പീസാണ്, പിന്നെ ഇതിന്റെ 1 പീസാണ്. എല്ലാരും സന്തോഷമുണ്ട്. കാരണം അതിന് മനസ്സിലാവും. ഇത് തുറക്കല്. 3, 2, 1, go. അല്ലോള് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മുറിച്ച് നിങ്ങൾക്ക് 10 പീസ് 9 പീസ് മനസ്സിലാവാൻ ഈ ഒരു പീസ് മാത്രമല്ല, മറ്റേത് കൊത്തുപൊറോട്ട. ഇന്ന പീസ് ഇത് 5-ന്റേതാണ്, ഇത് ശ്രീന്റേതാണ്. ഇന്ന സ്പൂണ് തന്നതിന്റെ അപമാനിച്ചു. ആ ഒരു കഷ്ടത്തിന് വേണ്ടി എന്തിനാ ഈ സ്പൂൺ കൊണ്ട് കൊടുത്തത്? എനിക്ക് കറക്റ്റ് 9 പീസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഇത് 9 പീസ്. ഇത് എല്ലാവരും ബുദ്ധിമുട്ടാണ്. കട്ടി വഴിയിലുണ്ടാവില്ല.
നമുക്ക് കഴിച്ചു തുടങ്ങാം. ആദ്യം ഷാമി കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് മുറിച്ചൊക്കെ തന്ന ആളല്ലേ, അത് കറക്റ്റ് സെപ്പറേറ്റ് ചെയ്തൊക്കെ തന്നു. ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് അത് ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് കഴിക്കാം. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ടേസ്റ്റ് അല്ലേ? അതിപ്പോ തീരുന്നു. കട്ടിയൊക്കെ തന്നപ്പോ കുറച്ചും കൂടെ തിന്നാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ലേ ഗൈസ്, ഫുൾ മീറ്റ് ഷവർമയാണെന്ന് തോന്നുന്നു. മാത്രം കിട്ടിയ ഈ റൗണ്ടിലേക്ക് എനിക്ക് ആ ഫുഡ് ആദ്യം കാണുന്നതുകൊണ്ട് കാണണം. 2 റൗണ്ടായി ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് എനിക്ക് ഫുഡ് പോലും കിട്ടിയില്ല ഗൈസ്. 5ന്റെ അടുത്തോട്ടെ ഗൈസ്. എന്റെ പേര് എനിക്ക് ഇന്റെ പേര് വേണ്ടത്. ഷാമി മാത്രം ശ്രീ ഒന്നും ഇരുന്ന് ബാക്കി ഒരു തവണ എണീറ്റ് പോയിട്ടേ ഇല്ല. 5 റൗണ്ടാക്കിയല്ലോ. അങ്ങനെ ഗൈസ് ഞാൻ ഫുഡ് വന്നിട്ടുണ്ട്. ഞാനിവിടെ പോയിട്ടില്ല. ഇനി നമുക്ക് ആര് കാണും? ഞാൻ ആദ്യം എടുക്കാം. എടുത്തോ ബാക്കി. ഞാൻ 1. അപ്പൊ ഫസ്റ്റ് 5 ഇതിൽ ആര് എത്ര ഷെയർ വേണം എനിക്കറിയാം. ഇതിലൊരൊറ്റ ഷെയർ മതി. 1 മതി. എനിക്ക് 2 മതി ഗൈസ്. കഴിഞ്ഞ റൗണ്ടിലേക്ക് തരാൻ പറ്റില്ല. അപ്പൊ ഈ റൗണ്ടിലേക്ക് എനിക്ക് എടുത്തോ? കഷ്ടപ്പെട്ട് കേക്കൊക്കെ അത്രയും വലിയ കേക്ക് ഞങ്ങൾക്ക് 10 അവിടെ 9 ഷവർമ, കേക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ഡോക്കൊന്നും കൊടുക്കുന്നില്ല. മോശം. എനിക്ക് 1 മതി ഗൈസ്. ഞാൻ മാക്സിമം അല്ല മിനിമം അതൊക്കെ എടുക്കണം. അതുകൊണ്ട് 1 4 എടുക്കുന്നാല് 4 1 5 ബാക്കി 15 എണ്ണം എനിക്ക് കേട്ടോ. ഭയങ്കര സ്നേഹം അവർക്ക് എന്നോട്. കൂട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇനി ആക്കണ്ട. ഇനി 1 തിന്നാ മതി. 5 എണ്ണേ 4. ഓക്കെ റെഡി. തുറക്കട്ടെ. 3 2 1 തുറക്കൂല. തുറക്കണ്ട. 3 2 1 ഗോ. ഞങ്ങളെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതെന്തോ പണിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. ഇതിപ്പോ കകത്രയല്ല കൊടുക്കില്ലല്ലോ. എനിക്ക് 4 പീസ് മതി. എന്താ 4 കൊടുക്കാൻ തരാനൊന്നും ഇതിലില്ല. ഇല്ല, ഞാൻ 4 കട്ട് ചെയ്യട്ടെ കേട്ടോ. 5ക്ക് 1 ഇല്ലേ? 2 ആക്കിയിരുന്നു. 1 സ്മെല്ലുണ്ടോ? അല്ല ഓക്കെ 1 2 ഇവ ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഉള്ളി കൊണ്ടുവച്ചത്. ആ ഫസ്റ്റ് ഫുൾ ആ സ്മെല്ലാണ് നിൽക്കുന്നത്. പിന്നെ പിന്നെ ഇവിടെ എന്താ വന്നു പോയെന്നൊന്നും വെച്ചില്ല. കഴിക്കുമ്പോ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ശരിക്കും ബുദ്ധിപൂർവ്വം വെച്ചതല്ല. ആയിപ്പോയതും 1 ഇതുവരെ ഒന്നും എത്തിയില്ലല്ലോ. അല്ല എനിക്കെല്ലാം കുടിക്കാം. 3 4 അങ്ങനെയാണ് 5 സ്മെല്ല് ചെറുതായിട്ട് വരുന്നുണ്ട്. 6 7 8 ഞാൻ 10 14 കറക്റ്റ് ഇത് 15. അങ്ങനെ എനിക്കുള്ള 15 എണ്ണം, 5ക്കുള്ള 1 എണ്ണം, ശ്രീക്കുള്ള 4 എണ്ണം. ഇനി അങ്ങോട്ട് മാറ്റട്ടെ. 3 2 എടുത്തോ. എനിക്ക് സ്മെല്ല് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. 5ക്കുള്ള 1 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിനത്ര വലുത്? വളരെ സേഫ് ആയിട്ടാണ് 5 അത് ചെയ്തത്. ഞാൻ 4 സെലക്ട് 1 4 സെലക്ട് ചെയ്തല്ലോ. 2 അത് പങ്ക് നന്നായില്ലേ? 3 4 താങ്ക് യു. ബാക്കി 15 എണ്ണം. ഇത് വേണോ? കണ്ടില്ലായിരുന്നു തോന്നുന്നു. കഴിക്കാ കഴിക്കണല്ലേ? ഈ റൗണ്ട് ഇവിടെ വെച്ച് നിർത്തിയാലോ? ഞാൻ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് എത്ര എക്സ്പ്രഷനോ? കഴിച്ചത്. അയ്യോ തിന്നിട്ട് എന്തിങ്ങനെ ഇങ്ങനെ തന്നെ ഒരു പച്ചമുളക് അങ്ങനെ തന്നെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിങ്ങനെ മുറിച്ച് കഴിക്കുമ്പോ ഭയങ്കര പേടിയാ.
സൈനൊക്കെ പറഞ്ഞു. ഷാമിയുടെ കാര്യം നല്ല കഷ്ട. ആദ്യത്തെ 2 ദിവസം കേക്ക് പിന്നെ ഷവർമ കിട്ടിയപ്പോ ഒക്കെ ഞങ്ങൾക്ക് തന്നു. ആ പച്ചമുളക്